52ാമത് കലോത്സവ വേദികളിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കല ശരിക്കും ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് നടക്കുന്നത്. കലോത്സവത്തിലെ പ്രധാന ആകർഷണ ഇനങ്ങളിലൊന്നായ ദഫ്മുട്ട് വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തി നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ്. അപ്പോൾ ചെറിയൊരു കാര്യമല്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ കടന്നു വേണമായിരുന്നു ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം, എല്ലാവർക്കും സന്തോഷമാണ്. 2-3 മാസത്തിന്റെ കഷ്ടപ്പാടാണ് ഇവിടെ. ഈ സ്റ്റേജ് എല്ലാവരുടെയും ഒരു ഡ്രീം സ്ഥലമല്ലേ ഇത്. അപ്പം നമുക്കും അത് തന്നെയായിരുന്നു, അത് കിട്ടി നമുക്ക്. അപ്പോൾ ഇപ്പോൾ എത്ര നാളായിട്ട് നിങ്ങളിങ്ങനെ സ്കൂൾ കലോത്സവത്തിന് വരുന്നുണ്ട്? സ്കൂൾ കലോത്സവം ഇത് നമ്മളുടെ ഫസ്റ്റാണ്, സംസ്ഥാന ഈ സ്റ്റേജാണ്, ഫസ്റ്റ് സ്റ്റേജാണ്. നമുക്ക് മുന്നേ കുറേ ആൾക്കാർ, അതായത് നമ്മളെ സ്കൂളിൽ പഠിച്ചവർ തന്നെ മുമ്പ് ഇതേപോലെ ദഫ്മുട്ടിനും മറബന അങ്ങനെ പല വേദികളിലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പലരുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ അജേഷ് ചേട്ടൻ, അജേഷ് മാഷ്. കുട്ടികളെ കുറിച്ചും ഇവരുടെ കഴിവിനെ കുറിച്ചും ഒക്കെ നമ്മളൊരു 3 മാസത്തെ പ്രാക്ടീസാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം ഈ വർഷം ആദ്യമായിട്ട് ദഫ്മുട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നല്ല പ്രകടനം തന്നെയാണ് ഇവരിന്ന് ഇവിടെ കാഴ്ചവെച്ചത്. അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, ഒരു 2 മാസം 2.5 മാസത്തെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ റിസൾട്ട് ഇന്ന് ഇവർ സ്റ്റേജിൽ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളുകാരുടെ ഭാഗത്തുനിന്നും അത്യാവശ്യം നല്ല സപ്പോർട്ട് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ സമ്മാനം കിട്ടുമെന്നുള്ളത്? ഇപ്പോൾ എ ഗ്രേഡാണ്, സംസ്ഥാനത്തിൽ പ്രൈസ് ഇല്ല, എ ഗ്രേഡാണ്. എ ഗ്രേഡ് എന്തായാലും കിട്ടും, അതിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ മുകളിലോട്ട് ഉയർന്ന സ്ഥാനം തന്നെ കിട്ടും എന്തായാലും. സാറ് പഠിപ്പിച്ചതുപോലെയൊക്കെ തന്നെ പിള്ളേരെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദഫ്മുട്ട് ടീമിൻ്റെ കൂട്ടത്തിൽ ലീഡ് പാടുന്ന ഒരു പയ്യനെ നമ്മൾ കണ്ടു. ആ പയ്യൻ്റെ പേര് അലൻ എന്നാണ്. അലൻ അങ്ങനെ ചെറിയ ചില്ലറക്കാരനൊന്നും അല്ല എന്നാണ് ഈ കൂട്ടുകാരൊക്കെ ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അലൻ നല്ല രീതിയിൽ പാട്ട് പാടും. അപ്പം അലൻ നമുക്ക് വേണ്ടി ഒരു ചെറിയ പാട്ടും കൂടെ പാടും കേട്ടോ. കുരുക്ക് സിരിത്തവളെ, എന്നെ കുങ്കുമത്തം കരച്ചവളെ, നെഞ്ചിൽ മഞ്ച തേച്ച് കുളിക്കയിൽ എന്നെ കൊഞ്ചം പൂസ് തായേ, ഓങ്കോലിസുക്കു മണിയാക എന്നെ കൊഞ്ചം മാത്ത് തായേ. കുരുക്ക് സിരിത്തവളെ, എന്നെ കുങ്കുമത്തം കരച്ചവളെ, നെഞ്ചിൽ മഞ്ച തേച്ച് കുളിക്കയിൽ എന്നെ കൊഞ്ചം പൂസ് തായേ, ഓങ്കോലിസുക്കു മണിയാക എന്നെ കൊഞ്ചം മാത്ത് തായേ. ഒരു കണ്ണിൽ നീർക്കസിയാ, ഉരുട്ട് വഴി ഉസിക്കസിയാ, ഒന്നാല சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனதே. அட ஆத்தோட விழுந்தையில அந்த ஆத்தோட போவதப்போ, நெஞ்சில் உன்னோடுதா பின்னோடுதே, அடக்காலம் மறந்து காட்டு மரவும் பூக்கிறதே.
കുരുക്ക് സിരിത്തവളെ എന്നെ കുങ്കുമത്തം കരച്ചവളെ നെഞ്ച് മഞ്ചത്തേച്ച് കുളിക്കയിൽ എന്നെ കൊഞ്ചം പൂസുത്തായേ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ബിനോജ് പി സോമനൊപ്പം അലിഡ മെറിയ ജിൽസൺ, കൈരളി ന്യൂസ്. തായേ.